ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധാര. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സംഗീതത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. സംഗീതമെന്ന മഹാസാഗരത്തിൽ ഒരിറ്റു വെള്ളം അവിടുന്ന് കോരിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചവർ വളരെ വിരളവുമാണ്. എന്നാൽ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ ലോകത്ത് ഉണ്ട്. അപ്പം അങ്ങനെ സംഗീതം ഇത്തിരിയെങ്കിലും മുൻപ് സൂചിപ്പിച്ചതുപോലെ കോരിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരിൽ ഒരാളെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. സംഗീതം ജീവിതവ്രതമാക്കിയ തിരുവല്ല നന്നൂർ സ്വദേശി കോമള വാസുദേവൻ എന്ന വ്യക്തിയാണ്. കോമളൻ ചേച്ചിയുടെ വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ വീഡിയോ പങ്കിടാം. തുടങ്ങാം. ചേച്ചി നമസ്തേ. നമസ്കാരം. ചേട്ടാ നമസ്തേ. ചേച്ചി സംഗീതവുമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്ന് അറിയാൻ സാധിച്ചു. നിരവധി സ്റ്റേജുകൾ ഈ പ്രായത്തിനിടയ്ക്ക് ചെയ്തു, പാട്ടുകൾ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം പ്രേക്ഷകർക്ക് ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒരു വീഡിയോ എല്ലാവർക്കും വിശേഷങ്ങൾ അറിയുവാൻ താല്പര്യപ്പെടുന്നു. പറയാൻ തയ്യാറല്ലേ? തീർച്ചയായിട്ടും. ആദ്യമായി ചേച്ചിയെയും ചേട്ടനെയും ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പറയാമോ? ചേച്ചിയുടെ പേര് ഇച്ചിരി ഉച്ചത്തിൽ പറയാമോ? കോമള വാസുദേവൻ, നന്നൂരാണ് സ്വദേശി അല്ലേ? ചേട്ടന് വാസുദേവൻ, നന്നൂര് തന്നെ, നന്നൂര് സ്വദേശം. അപ്പം ഈ സംഗീതവുമായി ബന്ധപ്പെടാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? സംഗീതം എന്ന് പറഞ്ഞാല് കുഞ്ഞിലെ തൊട്ടേ കുടുംബപരമായിട്ട് എല്ലാവരും പാടുന്നവരാ. പിന്നെ എൻ്റെ അച്ഛനും ശാസ്ത്രീയ സംഗീതം പാടുന്നതും അതിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആങ്ങളമാര്, മൂത്താങ്ങള, എൻ്റെ ഇളയ ആങ്ങള നന്നായിട്ട് പാടും, എൻ്റെ അനിയത്തി പാടും, ആങ്ങളയുടെ മോള് പാടും. പാടുമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പാടാൻ കഴിവുള്ളവരാണ് എല്ലാവരും. ഓക്കെ, ഞാൻ ചോദിച്ച ചേച്ചി സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് പഠിച്ചതാ. ആരാണ് അധ്യാപകൻ? ബ്രഹ്മനാരായണൻ. അദ്ദേഹം ഇവിടെ ഉള്ളയാളാണ്? കോട്ടയം. നമ്മുടെ ജയകൃഷ്ണനെയൊക്കെ പഠിപ്പിച്ച ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എത്ര നാൾ പഠിച്ചു? 5 വർഷം പഠിച്ചു. 5 വർഷം. എന്ന് 2018 മുതലാണ് പഠിച്ചത്. അപ്പൊ ഈ ചേച്ചിക്ക് നിലവിൽ എത്ര നമ്മൾ പ്രായം ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും ഈ വൈകിയ വേളയിൽ എന്താ ഇങ്ങനെ സംഗീതം പഠിക്കാനുള്ള സാഹചര്യം? ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമുണ്ട്. മറ്റേ കുഞ്ഞുങ്ങളെ വളർത്തുക, പഠിപ്പിക്കുക, അങ്ങനെ പോയി 2018 സംഗീതം പഠിച്ചു തുടങ്ങിയത് അല്ലേ? അരങ്ങേറ്റം കഴിഞ്ഞോ? അരങ്ങേറ്റം എവിടെയായിരുന്നു? ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി എന്നും അറിയാൻ സാധിച്ചു. അത് എവിടെ നിന്നൊക്കെയാണെന്ന് പറയാമോ? നന്നൂർ ദേവി ക്ഷേത്രത്തിൽ, പിന്നെ പോർട്ടുക്കാവ്, അങ്ങനെയൊക്കെ നിരവധി ക്ഷേത്രങ്ങളിൽ. പന്തളം ഇവിടെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാ? ഓക്കെ. അപ്പം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചു. പിന്നെ മറ്റു വിശേഷങ്ങൾ? പിന്നെ ഭജൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഗ്രൂപ്പായിട്ടുണ്ട്, 2-3 ഗ്രൂപ്പുണ്ട്. എല്ലാവരും പ്രോഗ്രാമിന് വിളിക്കും, അതിനെല്ലാം പോയി ചെയ്തു കൊടുക്കും അല്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ് അല്ലേ?
ഉറക്കത്തിൽ പോലും അതാ. ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പം ചേട്ടന് ഇതിനെല്ലാം സപ്പോർട്ട് പിന്നെ ചെറുപ്പം മുതലേ സ്കൂൾ കലോത്സവവും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ പോയിട്ടുള്ള ആളാണ്. പോയിട്ടുള്ള ആളാ. പങ്കെടുത്തിട്ടുള്ള ആളാണ് അല്ലേ? ചെറുതിലെ അറിയാവുന്നത് കൊണ്ട് അല്ലേ കഴിഞ്ഞാണ് അറിയുന്നത്. അറിയുന്നത്. ചേച്ചി സ്കൂൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. ജഡ്ജായിട്ടും പോയിട്ടുണ്ട്. ഓ വെരി ഗുഡ്. അപ്പം പിന്നെ മക്കളൊക്കെ മക്കള് രണ്ടാമ്പിള്ളേര്. പാടാൻ കഴിവുള്ളവരാ, പാടും, ആ അഭിനയിക്കും, പാടും. ഓക്കെ. പിന്നെ മോൻ പാടും. എത്ര മക്കളാണ്? രണ്ടാമ്പിള്ളേര്. 2 ആൺപിള്ളേര്. 2 മക്കൾ വെച്ചുണ്ട് 2 പേർക്ക്. അവർക്ക് ഈ 2 മക്കളുണ്ട്. അവരൊക്കെ ഈ പാട്ടിനോട് വളരെ സപ്പോർട്ടല്ലേ, താല്പര്യമുള്ളവരാണല്ലേ? ഓക്കെ. അവരിപ്പോൾ എവിടെയാണ്? അവരിപ്പോ ദുബൈയിൽ, വിദേശത്താണ്. അപ്പം അമ്മയുടെ ഈ പ്രോഗ്രാമും അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എല്ലാവരും അവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ആ അമ്മ ഈ വൈകിയ വേളയിൽ ആ പാടുന്നവർക്ക് അഭിമാനമല്ലേ. ഇത്രയധികം പുരസ്കാരങ്ങളും. ചേച്ചി, എനിക്ക് തോന്നുന്നു തിരുവല്ല ദേശത്ത് അറിയാത്തവരെ ആരും തന്നെ ഇല്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും അത് സന്തോഷം തരുന്ന കാര്യമാണ്. ചേച്ചിക്ക് നന്നൂർ ഭാഗത്താണല്ലോ വീട് അല്ലേ? നന്നൂര് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്ന ടീമുകളുണ്ടോ? പിന്നെ ഞാൻ ശ്രുതിലയ ഓർക്കസ്ട്രയിലുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പിൽ നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട രാജീവ് ഡോക്ടർ, ശശികുമാർ ഡോക്ടർ, മണികണ്ഠൻ ഡോക്ടർ, ഡോക്ടർമാരാണോ? ഇന്ദിര ഡോക്ടർ. അപ്പം ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയാണോ? പിന്നെ സുകുമാരൻ PG, പ്രസാദ്, സതീഷ്, അങ്ങനൊക്കെ നിരവധി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഗ്രൂപ്പായിട്ടുണ്ട്. നിലവിലെ ആ ഗ്രൂപ്പുകൾ ആണല്ലേ? അപ്പൊ അതില് ഈ ഡോക്ടർ മരിച്ചുപോയി. ഏത് ഡോക്ടർ? രാജീവ് ഡോക്ടർ. അദ്ദേഹം ഇവിടെ ജോലി ചെയ്ത് ഓർക്കസ്ട്ര ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഡോക്ടർ, ഇതാരാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്? രാജീവ് ഡോക്ടർ. അദ്ദേഹം എത്ര നാളായി മരിച്ചിട്ട്? 2 വർഷം കഴിഞ്ഞു. അദ്ദേഹം ഒരു ഭാര്യ ഡോക്ടർ പാടും, മോള് പാടും, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. തൃക്കേൽ അമ്പലത്തില് ഞങ്ങളെല്ലാം കൂടെ, തൃക്കേൽ ക്ഷേത്രത്തിൽ രാജീവ് ഡോക്ടർ, ഇന്ദു ഡോക്ടർ, പിന്നെ ഇന്ദു ഡോക്ടർ ആങ്ങളയുണ്ട്. നമ്മളെല്ലാരും അവിടെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ചേച്ചി, ഇനിയും എന്താണ് ഇത് സംബന്ധിച്ച് ചേച്ചിക്ക് പറയാനുള്ളത്? ഞാൻ കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്തു, പക്ഷേ ഇനിയും നല്ല നല്ല സ്റ്റേജുകള്, നിരവധി പ്രോഗ്രാംസ്, നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പോലും വീണ്ടും അനവധി സ്റ്റേജുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിത അഭിലാഷമാണല്ലേ? തീർച്ചയായിട്ടും അത് സാധിക്കുക തന്നെ ചെയ്യും. കാരണം ഈ വൈകിയ വേളയിലാണെങ്കിൽ പോലും ചേച്ചിക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതും സമൂഹം ചേച്ചിയെ അറിയാൻ സാധിച്ചതും പാട്ട് എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ജീവന്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാ മനുഷ്യ ജീവിതത്തിലെല്ലാം ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് എല്ലാം പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഗീതം. ഓ, അത് തീർച്ചയായിട്ടും ശരിയാണ്. എല്ലാവർക്കും എനിക്ക് നല്ല എല്ലാ അസുഖങ്ങളെ പോലും മാറ്റി മറിക്കാൻ കഴിവുള്ളതാണ് സംഗീതം. ഓക്കെ ഓക്കെ. കുഞ്ഞിലെ തൊട്ടേ അഭ്യസിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഈ സംഗീതം അഭ്യസിക്കുന്നവര് മറ്റു ദുശീലങ്ങൾ പോലും ഉണ്ടാവില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലേ? പ്രത്യേക ഒരു അനുഗ്രഹമുണ്ട്, ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റേജിൽ ഇരുന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ചേച്ചിയും വസുദേവൻ ചേട്ടനും ഇങ്ങനൊരു വീഡിയോ തന്നതിൽ ഹൃദയം തുറന്ന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ പുതിയ തലമുറയോട് സംഗീതവുമായി ബന്ധപ്പെട്ട് എന്താണ് ചേച്ചിക്കും വാസുദേവൻ ചേട്ടനും പറയാനുള്ളത്? പഠിത്തത്തോടൊപ്പം സംഗീതം ഏറ്റവും നന്നായിരിക്കും. അത് മാനസികമായിട്ടും ജീവിതത്തിൽ എല്ലാ തുറകളിലും അതൊരു അനുഗ്രഹമാണല്ലേ? അത് മാത്രമല്ല കുട്ടികളുടെ പഠിത്തത്തിനും അത് വളരെയധികം ഗുണം ചെയ്യും അല്ലേ? സംഗീതം ഏറ്റവും നല്ലത്. കുഞ്ഞിനെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം വിദേശത്താ? വിദേശത്താ. മോനിപ്പോ അവിടെ പഠിക്കുന്നുണ്ട്. നന്നായി ശാസ്ത്രീയ സംഗീതം പാടുന്ന ആളാണല്ലേ? ഞാനിവിടെ എന്റെ കൂടെ ഒരു സ്റ്റേജിൽ ഞാൻ കയറ്റി പാടിച്ചിട്ടുണ്ട്. മുത്തശ്ശിയുമായിട്ട് കൊച്ചുമകൻ ആഗ്രഹം എന്റെ മോൻ കച്ചേരി പാടുന്നത് എനിക്ക് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാണണം. അതെ, തീർച്ചയായിട്ടും ഏതൊരു മാതാവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊരു പിതാവും
അല്ലേ? തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ നടക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. கருணை கடலே கடைக்கண் கருணை கடலே கடைக்கண் கணபதியே அருள் நிதியே வந்தருள் கருணை கடலே கடைக்கண் கணபதியே அருள் நிதியே வந்தருள் கருணை கடலே கடைக்கண் கணபதியே அருள் நிதியே